ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ KG അടിയോടി, KG ബാലകൃഷ്ണൻ, ഹമീദ് അൻസാരി, കപിൽ സിബൽ. ഇത് 2013 ചോദ്യമാണല്ലോ. അന്ന് ഈ ഓപ്ഷനിൽ ഉള്ള ഉത്തരങ്ങളൊക്കെ തെറ്റായിരുന്നു. HL ദത്തുവായിരുന്നു അന്ന്. ഇന്നത്തെ 2023 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അരുൺകുമാർ മിശ്രയാണ്. ജസ്റ്റിസ് അരുൺകുമാർ മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. നിലവിൽ 2021 ജൂൺ മുതൽ അദ്ദേഹം ആ സ്ഥാനത്ത് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അരുൺകുമാർ മിശ്ര 2021 മുതൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. അവൾ ഏതു സർവനാമ വിഭാഗത്തിൽ പെടുന്നു? അവൾ എന്നത് ഏത് സർവനാമ വിഭാഗത്തിൽ പെടുന്നു? ഉത്തമ പുരുഷൻ, മധ്യമ പുരുഷൻ, പ്രഥമ പുരുഷൻ, ഇതൊന്നുമല്ല. ഉത്തമ പുരുഷൻ, മധ്യമ പുരുഷൻ, പ്രഥമ പുരുഷൻ, ഇതൊന്നുമല്ല. അവൾ എന്നത് ഏത് സർവനാമ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ ബി ആണ്, പ്രഥമ പുരുഷൻ. പ്രഥമ പുരുഷൻ എന്ന സർവനാമ വിഭാഗത്തിലാണ് അവൾ എന്നത് ഉൾപ്പെടുന്നത്. ആയിരത്താണ്ട് സന്ധി ഏത്? ലോപം, ദ്വിത്വം, ആഗമം, ആദേശം. ആയിരത്താണ്ട് എന്നതിലെ സന്ധി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ലോപസന്ധി, ദ്വിത്വസന്ധി, ആഗമസന്ധി, ആദേശസന്ധി. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ആദേശം. ആദേശസന്ധിയാണ്. ആയിരത്താണ്ട് എന്നത് ആദേശസന്ധിക്ക് ഉദാഹരണം ആണ്. ശരിയായ വാക്യം ഏത്? പ്രായാധിക്യമുള്ള മഹാവ്യക്തികളെ നാം ബഹുമാനിച്ചേ പറ്റൂ. പ്രായാധിക്യം ചെന്ന മഹാവ്യക്തികളെ നാം തീർച്ചയായും ബഹുമാനിച്ചേ പറ്റൂ. പ്രായാധിക്യം ചെന്ന മഹത് വ്യക്തികളെ നാം തീർച്ചയായും ബഹുമാനിച്ചേ പറ്റൂ. ശരിയായ വാക്യം ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. പ്രായാധിക്യമുള്ള മഹാവ്യക്തികളെ നാം ബഹുമാനിച്ചേ പറ്റൂ. പ്രായാധിക്യമുള്ള മഹാവ്യക്തികളെ നാം ബഹുമാനിച്ചേ പറ്റൂ എന്നതാണ് തന്നിരിക്കുന്നതിൽ ശരിയായ വാക്യം. മറ്റുള്ളത് തെറ്റാണ്. ശരിയായ പദം ഏതാണ്? ശരിയായ പദം ഏതാണ്? അന്തഛിദ്രം എന്നതാണ് തന്നിരിക്കുന്ന പദം. അത് ശരിയായി എങ്ങനെയാണ് എഴുതുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, അന്തശ്ചിദ്രം. അന്തശ്ചിദ്രം എന്നാണ് കറക്റ്റായി എഴുതുന്നത്. അന്തശ്ചിദ്രം. ഉത്തരം ഓപ്ഷൻ ഡി. കാറ്റ് എന്ന പദത്തിൻ്റെ പര്യായമല്ലാത്തത് ഏത്? കാറ്റ് എന്ന പദത്തിൻ്റെ പര്യായമല്ലാത്തത് ഏത്? അനിലൻ, അനലൻ, പവനൻ, പവമാൻ. കാറ്റ് എന്ന പദത്തിൻ്റെ പര്യായം അല്ലാത്തത് ഉത്തരം ഓപ്ഷൻ ബി ആണ്, അനലൻ. അനലൻ എന്ന് പറഞ്ഞാൽ കാറ്റല്ല. അനിലനും പവനും പവമാനും ഈ മൂന്നും കാറ്റ് എന്നതിൻ്റെ പര്യായ പദങ്ങളാണ്. അനലൻ എന്ന് പറഞ്ഞാൽ കാറ്റ് എന്നല്ല. ഓക്കെ. ആടുജീവിതം രചയിതാവ് ആര്? ആടുജീവിതം രചയിതാവ് ആര്? സക്കറിയ, ആനന്ദ്, മേതിൽ രാധാകൃഷ്ണൻ, ബെന്യാമിൻ. സക്കറിയ, ആനന്ദ്, മേതിൽ രാധാകൃഷ്ണൻ, ബെന്യാമിൻ. ആടുജീവിതം രചയിതാവ് ആരാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി, ബെന്യാമിൻ. ആടുജീവിതം എന്ന് ഇത് എഴുതിയത് ബെന്യാമിനാണ്. ബെന്യാമിൻ്റെ കൃതിയാണ് ആടുജീവിതം. അതിപ്പോൾ നിലവിൽ ഒരു സിനിമയാക്കുണ്ട്, റിലീസായിട്ടില്ല. പൃഥ്വിരാജാണ് അതിൽ അഭിനയിക്കാൻ പോകുന്ന നടൻ. അനുബന്ധമായിട്ട് അത് ഓർത്തിരിക്കുക. കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്? ഞാൻ മുമ്പത്തെ വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു. ഈ ചോദ്യം നിരവധി തവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, VV അയ്യപ്പൻ. പ്രഥമ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഉത്തരം ഓപ്ഷൻ ഡി, ശൂരനാട് കുഞ്ഞൻപിള്ള. ശൂരനാട് കുഞ്ഞൻപിള്ളക്കാണ് പ്രഥമ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. ശരിയായ പരിഭാഷ ഏത്? നെസസിറ്റി ക്യാൻ മേക്ക് ഈവൻ ദ ടിമിഡ് ബ്രേവ്. നെസസിറ്റി ക്യാൻ മേക്ക് ഈവൻ ദ ടിമിഡ് ബ്രേവ്. ഉത്തരം ഓപ്ഷൻ സി ആണ്, ധീരനല്ലാത്തവനും ആവശ്യം വന്നാൽ ധീരനാകും. ധീരനല്ലാത്തവനും ആവശ്യം വന്നാൽ ധീരനാകും എന്നതാണ് ശരിയായ പരിഭാഷ. ഇറ്റ് ഈസ് ബെറ്റർ ടു ഡൈ ലൈക്ക് എ ലയൺ ദാൻ ടു ലൈക്ക് ആൻ ആസ്. സമാനമായ പഴഞ്ചൊല്ല് ഏത്? ഇറ്റ് ഈസ് ബെറ്റർ ടു ഡൈ ലൈക്ക് എ ലയൺ ദാൻ ടു ലീവ് ലൈക്ക് ആൻ ആസ്.
ഉത്തരം ഓപ്ഷൻ സി ആണ്. ഒരു സിംഹമായി മരിക്കുന്നതാണ് ഒരു കഴുതയായി ജീവിക്കുന്നതിലും നല്ലത്. ഒരു സിംഹമായി മരിക്കുന്നതാണ് ഒരു കഴുതയായി ജീവിക്കുന്നതിലും നല്ലത് എന്ന പഴഞ്ചൊല്ലിൻ്റെ ഇംഗ്ലീഷാണ്. ഇറ്റ് ഈസ് ബെറ്റർ ടു ഡൈ ലൈക്ക് എ ലയൺ ദാൻ ടു ലീവ് ലൈക്ക് ആൻ ആസ്. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓക്കെ.